ബംഗ്ലാദേശിൽ ജൻസി മോഡൽ അക്രമവും സമരവും നടന്നു എന്ന വാർത്ത വരുന്നു. ഇന്ത്യ വിരുദ്ധ പാർട്ടിയായ ഇൻകുലാബ് മഞ്ചയുടെ നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണമുണ്ടായി. അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറി. പ്രതിഷേധക്കാർ ചിറ്റഗോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസ് ആക്രമിച്ചു. വിനിത വിരിജി ഡൽഹിയിൽ നിന്ന് വരുന്നു. ജൻസി മോഡൽ കലാപമാണോ ഈ ബംഗ്ലാദേശിൽ പടരുന്നത്? അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായും ബംഗ്ലാദേശിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും ഒപ്പം തന്നെ പല മേഖലകളിലും അക്രമവും നടക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പാർട്ടിയായ ഇൻകുലാബ് മഞ്ചയുടെ നേതാവാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി. ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം നടക്കുന്നത്. അതിൽ ധാക്കയിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ വെടിവെപ്പിലാണ് ഈ ഹാദിക്ക് പരിക്കേറ്റുന്നത്. തുടർന്ന് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഹെലികോപ്റ്റർ വഴിയാണ് ഈ ഷെരീഫ് ഹാദിയെ പിന്നീട് സിംഗപ്പൂരിലേക്ക് എത്തിക്കുന്നത്. അവിടുത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഈ ഷെരീഫ് ഹാദി മരിക്കുന്നത്. ഈ മരണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാനോ അല്ലെങ്കിൽ ഈ വെടിവെപ്പ് തടയുന്നതിനോ വേണ്ടിയിട്ടുള്ള നടപടികളൊന്നും തന്നെ ബംഗ്ലാദേശിലെ നിലവിലുള്ള ഭരണകൂടത്തിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ പ്രതിഷേധക്കാർ ചിറ്റാഗോങ്ങിലെ ഇന്ത്യൻ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷനിൽ നേരെ ആക്രമണം നടത്തിയെന്നുള്ളതാണ്. ഒപ്പം തന്നെ അവാമി ലീഗിന്റെ ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. ഈ പ്രതിഷേധക്കാരോട് സംയമനം പാലിക്കണമെന്നാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അക്രമത്തിന്റെ പിന്നിലുള്ള ആളുകളെ ഈ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഒക്കെ യൂനസ് പറയുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല വ്യാപകമായിട്ടുള്ള പ്രതിഷേധം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നതിനപ്പുറം ഈ കൃത്യമായിട്ടുള്ളൊരു സംരക്ഷണം ഭരണകൂടത്തിന് ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നേതാവാണ് ഈ ഷെരീഫ് ഹാദി, ഇയാൾക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ലെന്നുൾപ്പെടെയുള്ള ചില ആരോപണങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഹാദി അനുകൂല ആളുകൾ അവിടെ ഉയർത്തുന്നത്. ഏതാണെങ്കിലും ഇന്ന് ഈ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ ഇന്ന് ദേശീയ ദുഃഖാചരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആളുകൾ സംയമനം പാലിക്കണം, പ്രതിഷേധക്കാർ സംയമനം പാലിക്കണമെന്നും ഈ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെയാണ് ഇന്ന് യൂനസ് ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. എസ് കെ, താങ്ക് യു വിനിത വിജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.